വലിയൊരു അപകടം തന്നെ കേട്ടോ. ഇവിടുത്തെ ഈ സ്ലാബ് വരെ പൊട്ടിയിട്ടുണ്ട്. സ്ലാബിൽ കമ്പിയൊന്നുമില്ല ഇതിൽ. സ്നേഹിതന്മാരെ, നമ്മുടെ NH66 വർക്കറി ഇത് കണ്ടങ്ങൾ ഡ്രെയിനേജിൻ്റെ സ്ലാബുകൾ, ഈ ബാക്കിയുള്ള സ്ലാബുകളൊക്കെ അവിടെ വെച്ച് വാർത്താട്ടോ. അത് ഇടയ്ക്ക് അവർക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒറ്റ സ്ലാബുകൾ ഇതുപോലെ റെഡിമെയ്ഡ് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം. ആ സ്ലാബ് ഈ റോഡിൽ വലിയ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ അങ്ങനെ തള്ളിപ്പോയിട്ട് ഡ്രെയിനേജിലേക്ക് വീണ കാഴ്ച ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. വലിയൊരു അപകടമാണ്. ഈ സ്ലാബ് എടുത്തു വെക്കുന്ന സമയത്ത് ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് എന്തായിട്ട് ചെയ്യേണ്ട ഒരു പദ്ധതി ഇവർ ചെയ്യുന്ന വേണം. ഈ സ്ലാബ് വരെ പൊട്ടിയിട്ടുണ്ട്. സ്ലാബിൽ കമ്പിയൊന്നുമില്ല ഇതിൽ. ഡ്രെയിനേജിൻ്റെ ഉള്ളിലത്തെ കഥ വേറെ തരാം. അതിലൊക്കെ മണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഏകദേശം. എന്തായാലും വേണ്ടില്ല, ഇതിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടോ. അതിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണ്ട. അതായത് ഇതിൻ്റെ അധികാരികളിലേക്ക് എത്തട്ടെ ഈ വീഡിയോ ഒക്കെ. ഈ ഡ്രെയിനേജിൻ്റെ സ്ലാബ് ഇങ്ങനെ തള്ളി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഏകദേശം ഒരു 8 മീറ്റർ 10 മീറ്റർ ഏറി വന്നാൽ അതിലപ്പുറം ഇതുപോലെ സ്ലാബ് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇതിൻ്റെ ബാക്കിൽ അവിടെയും ഉണ്ട് കേട്ടോ. ആ ഭാഗത്തെ സ്ലാബും തള്ളി നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാഴ്ചകൾ കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ പിന്നെ ഇത് നിൽക്കേണ്ട കാഴ്ച അപ്പോൾ ഞാൻ ആ വീഡിയോ ആക്കിയതാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ഒന്ന് ലൈക്കും ചെയ്താൽ എല്ലാവരും ഒന്ന് കാണട്ടെ. ഈ അപകടാവസ്ഥ എന്താ വെച്ചാൽ സർവീസ് റോഡിലൂടെ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി പോകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപകടം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഷെയർ ചെയ്താൽ